നമസ്കാരമുണ്ട്. ഇത് പഴയ ഡൽഹിയിൽ 2018 അതായത് കൊറോണക്ക് തൊട്ട് മുന്നിൽ ഉണ്ടായ കള്ളവെടിയാണ്. കള്ളവെടി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നേഹവെടി. അതായത് എൻ്റെ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് ഞാനായിട്ട് ഭയങ്കര സ്നേഹബന്ധമാണ്, ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു 10 ദിവസത്തെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പഴയ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അവർ ഒരു മാസത്തേക്ക് ഔട്ട് സ്റ്റേഷൻ പോയതാണ്. അപ്പോൾ എന്നോട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഡൽഹിയിലൊക്കെ റൂം എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ, കുക്ക് ചെയ്യാം അല്ല. ചിലപ്പോൾ പകലൊന്നും എനിക്ക് പുറത്ത് പോകേണ്ടി വരും, പിന്നെ ഉള്ള സമയങ്ങളിൽ ഞാൻ ഫ്രീയാണ്. അപ്പോൾ അങ്ങനെ ഞാനവിടെ താമസിച്ച്. അപ്പോൾ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ 2 സൈഡിൽ ഓപ്പോസിറ്റ് ഫ്ലാറ്റാണ്, ഓരോ നിലയിലും 2 ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. മറ്റേ വീട്ടിലെന്ന് പറഞ്ഞാൽ മലയാളികളാണ്. അപ്പോൾ അവിടെ അമ്മയുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സ് നിയർ അബൌട്ട്. സാരി ഉടുക്കുള്ളൂ, അതിസുന്ദരി. ഞാനപ്പോൾ ആലോചിക്കണം അവരൊക്കെ ചെറുപ്രായത്തിലൊക്കെ എന്തായിരിക്കും. അതിനും വേണ്ടുണ്ട് നല്ലൊരു പ്രൗഡായിട്ടുള്ള സ്ത്രീ. കേരളത്തിലുള്ളതാണ്, ഏതാ ജില്ല എന്നൊന്നും ഞാൻ പറയണ്ട. അങ്ങനെ സംഭവം സ്വാഭാവികമായിട്ടും പരിചയമാവുമല്ലോ. അപ്പോൾ അവിടെ ഈ സ്ത്രീനെ കൊണ്ടുവന്നേക്കുന്നത് അവരുടെ പേരക്കുട്ടികളെ നോക്കാനാണ്. ഇവരുടെ മകനും ഭാര്യ രണ്ടാളും ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പേരക്കുട്ടികളെ ഒരിക്കൽ സ്കൂളിൽ വിടണം, പിന്നെ വരുവോളം ഈ തള്ളയും ഫ്രീയാണ്. അപ്പം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ബോറടിച്ച് പിന്നെ ആ പ്രായത്തിലൊക്കെ നല്ല സ്ത്രീകളെയൊക്കെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് പറിച്ച് നട്ടാൽ അവരാകെ അപ്സെറ്റാവും. അവർ സ്വന്തം നാട്ടിലെ ഗ്രാമം അല്ലെങ്കിൽ നഗരയിലെ അയൽവാസികളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റും അങ്ങനെയൊക്കെ ഈ പ്രായം വരെ ജീവിച്ച ഒരാളെ ഡൽഹിയിലെ ഫ്ലാറ്റിൽ കൊണ്ട് പെട്ടെന്ന് തളച്ചിട്ട പോലെ. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ ആളില്ല, പിന്നെ പുറത്ത് പോയ ആരുടെയും ഉണ്ടാവും, ഹിന്ദി അറിയില്ല. അപ്പോൾ ഞാനവർക്ക് നല്ലൊരു കമ്പനിയായി. അപ്പോൾ ഞാൻ നേരെ അവിടെ ചെല്ലും, ഫ്രീ ആണെങ്കിൽ വർത്തമാനം പറയും. അപ്പോൾ ഇവർ കുക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ സഹായിക്കും. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ കോണ്ടാക്റ്റായി ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം എന്നൊക്കെ എന്നോട് ചോദിച്ച് ഇവർ. അപ്പോൾ ഞാൻ പറയും ഫുഡ് അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഞാൻ കഴിക്കും. പക്ഷെ 2 സംഗതി ചതിയുള്ള സംഭവമുണ്ട്. അതെന്താണ് അച്ഛാ ചോദിച്ചു. ഒന്ന് ഈ നെയ്ച്ചോറിലുണ്ട് ഒളിച്ചിരിക്കണ ഗ്രാമ്പു. നമ്മൾ അറിയാണ്ടാണ് അതിനൊക്കെ അടിക്കുള്ളൂ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ നെയ്ച്ചോറ് തിന്നുമ്പോൾ എപ്പോഴും എനിക്കൊരു പേടിയാണ് ഈ സാധനം കടിക്കുക എന്നുള്ളത്. അടുത്തൊരു സാധനം കൂടി ഉണ്ട്, ഉഴുന്നുവട. ഈ ഉഴുന്നുവട തിന്നാൻ നല്ല രസമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുരുമുളക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ചതി പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. വേറെ എല്ലാ സാധനവും ഞാൻ കഴിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ കൊടുക്കും. ഏതായാലും വർത്തമാനങ്ങളും ഇതൊക്കെ നാട്ടിലെ ചരിത്രവും എന്തായിരുന്നു ജോലി, അങ്ങനത്തെ എൻ്റെ ചരിത്രങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. ഞാനിപ്പോൾ അവരോട് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു അവർ LP സ്കൂളിൽ അധ്യാപികയായിരുന്നു, റിട്ടയർഡാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ മരിച്ചിട്ട് വർഷങ്ങളായി. അവർ നല്ല പ്രായത്തിൽ തന്നെ മരിച്ചു പോയി. പിന്നെ മക്കളെ വളർത്താൻ വേണ്ടി വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു മോനെ കൂടാതെ വേറൊരു മോനും ഒരു മോളും ഉണ്ട്. അവരൊക്കെ നാട്ടിലാണ്. ഇവനാണ് മൂത്തത്. തറവാട്ടിൽ ഇപ്പോൾ ഉള്ള ഇവൻ്റെ അനിയനാണ്. ആ വീട്ടിൽ ഭാര്യയുമുണ്ട്. ഇപ്പം തൽക്കാലം ഒരു സെറ്റപ്പിന് അങ്ങോട്ട് വന്നതാണ്. അവർക്ക് തിരിച്ച് നാട്ടിൽ പോകണം തന്നെയാണ്. ഇവർക്ക് ഈ ഡൽഹി ജീവിതമൊന്നും പറ്റണില്ല. ചുരുക്കത്തിൽ ബോറടിച്ച് നിൽക്കണേ മുതൽ. ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് കുറേ നാളുമായി. സഹായിക്കാൻ പറ്റുമോ, പറ്റൂലേ.
ഞാൻ ഇവരോട് പിന്നെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള ലൈംഗിക ദാരിദ്ര്യം, അതേപോലെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടില്ല, അവരൊക്കെ ഇങ്ങനെ ജീവിക്കണ കാര്യങ്ങളും ജാതകദോഷവും പല ഇഷ്യൂസാണ്. ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ തന്നെ പെണ്ണ് കിട്ടില്ല. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പെണ്ണ് കിട്ടാണ്ട് 40 വയസ്സൊക്കെ ഉള്ളത് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് സെക്സിനെ പറ്റി ഞാൻ ഇവർക്ക് ക്ലാസ് എടുക്കലോട്. അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ സെക്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത്ര നാൾ ഇങ്ങനെ സഹിച്ച് ജീവിച്ചെന്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി എൻ്റെ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചതാണ്. ഇപ്പം മക്കളൊക്കെ ഒരു നിലയിലായില്ലേ, നിങ്ങൾക്ക് ഇപ്പം എൻജോയ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ ചോദിച്ചു. എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. കാരണം നമ്മൾ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്നെ നിങ്ങൾ ഈ ലൈഫിൽ കാണൂല. നിങ്ങൾ ഇത്രയും നാളും സഹിച്ച് നിന്നതാണ്. എൻ്റെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ഞാൻ തരാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങളെ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ഒന്നുമില്ല. എനിക്കും ഫാമിലിയൊക്കെ ഉള്ളതാണ്. ഈ 10 ദിവസം നമുക്ക് ഗ്രാൻഡാക്കാറ്. അപ്പോൾ ഇവർക്ക് മൗനം സമ്മതം. പിന്നെ അവരെന്നോടൊരു കണ്ടീഷൻ വെച്ച്, ഞാൻ ഫിസിക്കലി എത്ര ഇതല്ല, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒരു മയത്തിൽ വേണ്ടി ഒരു റിക്വസ്റ്റ്. ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാൻ പറഞ്ഞ് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഇവരും ഏകദേശം ഒരു സെറ്റാണ്. ഈ സ്ത്രീൻ്റെ സാരി കഴിച്ചിട്ട് ഈ അടിപ്പാവാടെ ബ്ലൗസ് മാത്രം ഇട്ട് നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു അട്രാക്ഷനാണെന്നോ. ഒരു വെണ്ണക്കൽ ശില്പം പോലെ, അത്യാവശ്യത്തിന് ഹൈറ്റും ഒടുക്കത്തെ ഷേപ്പും, നല്ലോണം കിസ് ചെയ്തു ഒക്കെ ചെയ്ത് ഇവരെ നല്ലോണം വികാരമതിയാക്കിയിട്ടാണ് ബ്ലൗസിൻ്റെ ഹുക്ക് വരെ ഞാൻ ഊരണത്. അത് ഒരു ബ്രേസിയർ ഒരു പിന്നെ അടിപ്പാവടൻ്റെ വള്ളി വെച്ചാൽ അത് നേരെ നിലത്തേക്ക് വീഴും. പക്ഷേ ഇതങ്ങനെ വീഴണില്ല. ഇവിടെ ബാക്സ് ചന്തിയൊക്കെ കുറച്ച് ഉണ്ട്. അപ്പോൾ ഒന്ന് താഴ്ത്തി കൊടുക്കണം. അപ്പോഴാണ് ആ പാവാട ഒന്നാണ്ട് ഇറങ്ങിയത്. പിന്നെ പിങ്ക് കളറിലെ ഷെഡി. ഇവർ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ. ഏതായാലും കാട്ടിൽ നിന്നൊക്കെ കിടത്തിയിട്ട് അവർ വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴേ വരുള്ളൂ. ഈ കപ്പിൾസ് കുട്ടി വൈകുന്നേരം വരും. ഇത് ഏകദേശം ഒരു ഉച്ചയോടെ എടുക്കണുള്ളൂ. ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ആരും ഒരു മനുഷ്യനും അങ്ങോട്ട് വരാനില്ല. അപ്പോൾ ഇവരാദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ആക്രാന്തം കാണിക്കരുതെന്ന്. ഞാൻ എൻ്റെ സുഖം അങ്ങോട്ട് മാറ്റി വെച്ച് ആ പ്രായത്തിൽ അതിനെ സുഖിപ്പിച്ച് കൊടുക്കുക. നാക്കും കൊണ്ടുള്ള പണി അതിന് നല്ല തൃപ്തി സമ്മാനിച്ച്. അവർ കിടന്ന് ഒച്ച ഉണ്ടാക്കണ പൊലമ്പണ കട്ടിൽ നിന്ന് ചാടി തുള്ളുക ചെയ്യാം. അവരുടെ ലൈഫിൽ ആരും ഇതുവരെ ചെയ്തു കൊടുക്കാത്ത കാര്യമാണ് 60-ാം വയസ്സിൽ ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇവർക്ക് പീരീഡ്സ് നിന്നതാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആണ് ആ ഏരിയ. തൽക്കാലം ഇപ്പോൾ ലൂബ്രിക്കേഷൻ്റെ സംഭവമൊന്നും എൻ്റെ അടുത്ത് ഇല്ലല്ലോ. ഞാനെന്ത് ചെയ്തു, നല്ല ഒലിവ് ഓയിൽ ഉണ്ടായി അവിടെ, കുട്ടീനെ തേക്കണ എന്തോ അത് യൂസ് ചെയ്ത്. അപ്പോൾ ഇവർക്ക് വേദന ഉണ്ടാവില്ല. ഒലിവ് ഓയിലെങ്കിൽ ഒലിവ് ഓയിൽ ഞാൻ പോരുവോളം. കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടി വരുവോളം ഞാൻ ഒരു അസലായിട്ട് അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം പ്രഷറും ഒന്നും എടുക്കാതെ കിളിക്കുഞ്ഞിനെ കൊണ്ട് നടക്കണത് അവരുടെ തൃപ്തി മാത്രം, അവർക്കും വേണ്ടി. പഴയ ഡൽഹിയിൽ ഇപ്പോൾ അവർ നാട്ടിൽ പോയിട്ടുണ്ടാവില്ല. അവരുടെ ഫോൺ നമ്പർ ഒന്നും ഞാൻ മേടിച്ചിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല. എനിക്കത് വേണ്ടതായിരുന്നു. നമ്മളിത് യാത്രയിൽ നമ്മൾ ആരെയൊക്കെ കാണുന്നു, ഇവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് നമ്മൾ വല്ല കോണ്ടാക്റ്റ് വിപുലമായി പോയാലും കൂടിപ്പോയാൽ അത് അവരുടെ ലൈഫിനെ ബാധിക്കും. അവരുടെ നാട്ടിൽ ഈ സദാചാര പൂമക്കളില്ലാത്ത സ്ഥലമില്ലല്ലോ. കോണ്ടാക്റ്റ് അധികമായി ഫോൺ വിളിയൊക്കെ ഉണ്ടായാൽ തമ്മിൽ നാട്ടിൽ നിന്നും മീറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ പൂമക്കളൊക്കെ വളഞ്ഞു പിടിക്കുക. ഡേഞ്ചറാണത്, വെരി വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് ആ പാവത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ മേടിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ കൊടുത്തന്നെ, എന്നോട് ചോദിച്ചിട്ടില്ല. അവർക്കും പേടിയാണ്. ഈ മക്കളും വേറെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഈ പണി ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കണം.
അതുകൊണ്ട് അവരും കിട്ടിയത് ലാഭമെന്ന് വിചാരിച്ച് തൃപ്തിയായി. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയൊക്കെ ഫ്രീഡം ഉള്ള സെറ്റപ്പ് ആണെങ്കിൽ അവർ ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റിലുണ്ടാവും. ദൂരെ നോക്കിയാൽ അത്ര അധികം ദൂരമൊന്നും അല്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. പക്ഷേ എന്തോ എനിക്കതൊരു നല്ലതാണെന്ന് തോന്നിയില്ല. ഏതെല്ലാം അവരുടെ പ്രായത്തിൻ്റെ അസുഖത്തെയൊക്കെ മാനിച്ച് വളരെ നൈസായിട്ട് അവർക്ക് ഞാൻ അടിച്ചു കൊടുത്തു. എന്നെക്കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ഡൽഹിയിലായാലും എവിടെ ആയാലും. നമസ്കാരം.